ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലാൻസ് പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ല. ഇന്നലെ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത പ്രോപ്പർ സോണിലേക്ക് വന്നിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ മെയിൻ പ്ലാനിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. സോ അവിടെ എങ്ങനെയാണ് എക്സിക്യൂഷൻസ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇന്നൊരു കണ്ടിന്യൂഷൻ മാർക്കറ്റ് തന്നിട്ടില്ല അല്ലേ. കണ്ടിന്യൂഷൻ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒരു കണ്ടിന്യൂഷൻ തന്നില്ല. ത്രൂട്ട് എഗെയിൻ മാർക്കറ്റ് ഹൈയിലേക്ക് വന്നു, നമ്മുടെ മേജർ ഇക്വിലിബ്രിയത്തിലേക്ക് വന്നിട്ട് മാർക്കറ്റ് എഗെയിൻ താഴേക്ക് പോകുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ മേജറായിട്ടുള്ള സൈക്കോളജിക്കൽ ലെവൽസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് എന്ത് ചെയ്തത്, നിങ്ങളുടെ കണ്ടീഷൻസ് എന്താണെന്നുള്ളത്. സോ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്നത്തെ സിനാരിയോസ് എന്താണ്, കണ്ടീഷൻസ് എന്താണെന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. കറൻ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിലുള്ള കാര്യങ്ങൾ. സോ അധികം പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് പോരാം. ബാ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ മേജർ ആയിട്ടുള്ള ലെവൽസ് അല്ലേ. സോ ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, ഇന്നെന്താ കണ്ടീഷൻ നോക്കാം. രാവിലെ തന്നെ ഇത്രയും വലിയ ക്യാൻഡിലുകൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. സോ നമുക്കിവിടെ എന്താണ് പറ്റിയത്, എന്താണ് നമ്മുടെ പ്ലാനിലേക്ക് നോക്കിയ നമ്മുടെ കണ്ടീഷൻസും നമ്മുടെ ട്രേഡുകളും നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് മാർക്കറ്റ് രാവിലെ തന്നെ നമ്മുടെ പ്ലാനിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എല്ലാ ദിവസം പോലെ തന്നെ ഒന്ന് ബാക്കിലേക്ക് പോവാം. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് ക്യാൻഡിൽ 15 മിനിറ്റിൻ്റെ. സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നലത്തെ പ്ലാൻ അല്ലേ. നിങ്ങളൊന്ന് നോക്കിക്കോളൂ ആ പ്ലാൻ. നമുക്ക് ഫസ്റ്റ് ആ പ്ലാൻ എങ്ങനെയാണ് നിങ്ങൾ നോക്കി വർക്കൗട്ട് ചെയ്തത്. ത്രൂ ഔട്ട് രാവിലെ കണ്ടു, ഇപ്പോഴത്തെ ഇമ്പൾസീവായിട്ട് മാർക്കറ്റ് വന്നിവിടെ ടാപ്പ് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് എഗെയിൻ മേളിലേക്ക് പോയി അല്ലേ. എഗെയിൻ താഴെ വന്ന് എൻഡ് ചെയ്തു. സോ ഇതിന് സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് എന്താ, ഇതൊരു കണ്ടിന്യൂഷൻ അല്ല. സോ നമ്മുടെ പ്ലാനിലേക്ക് എപ്പോഴും ഒരു കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇവിടെ ക്ലിയർ സൈഡ് വേസ് ആണ് അല്ലേ. ഈക്വൽ ലോയിൽ വന്നു, ഹൈയിൽ വന്നു, എഗെയിൻ ലോയിൽ വന്നു. സോ ഇത് ക്ലിയർ ഈക്വൽ ഹൈ ഈക്വൽ ലോ ഫോർമേഷൻ ആണ്. പക്ഷേ സ്റ്റിൽ ഈ പ്ലാനിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്, ഈ റേഞ്ചിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. സോ ഇന്ന് നമ്മളുടെ എക്സിക്യൂഷൻസ് എന്താണെന്നുള്ളത്, നമുക്ക് എന്താണ് അവിടെ പറ്റിയത്, എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. സോ ഇവിടെ നമുക്കിന്നൊരു 50 ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൻ്റെ കണ്ടീഷനിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, 1 മിനിറ്റ് ഇന്നലെ തന്നെ റിവേഴ്സ് ആയിട്ടുണ്ട്. സോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന കണ്ടീഷനിൽ യെസ് കണ്ടോ, എഗെയിൻ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. യെസ് ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി എന്താണ് കണ്ടീഷൻ, നമ്മുടെ സോണിലെത്തി. സോ ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ വേണം താഴേക്ക് അല്ലേ. ഇവിടെ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞാണ് മേളിലേക്ക് ഇവിടെ നോക്കണ്ട. യെസ് നമുക്കിനി വേണ്ടത് എന്താ, ഈ ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഈ ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. യെസ് മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തോ, അതാണ് ചോദ്യം. യെസ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് വേണം. സോ നമ്മളപ്പോൾ പ്ലാൻ ചെയ്ത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം നോർമലി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ പ്ലാൻ ചെയ്തത് ഇതാണ് ത്രൂ ഔട്ട് ബ്രേക്ക് ഔട്ട്. സോ ഈ ഒരു സോണിലേക്കാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ഉണ്ടായിരുന്നത്. യെസ് ഈ ഒരു സോണിലേക്ക് വരികയാണെങ്കിലാണ് നമ്മൾ നോക്കുക. സോ ഇത്രയും ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്തേക്കണമുണ്ട്. പക്ഷെ മാർക്കറ്റ് നോക്കാന്നുണ്ടെങ്കിൽ ടോട്ടലി ഉള്ളതിൻ്റെ ഇക്വിലിബ്രിയത്തിലാണ് വന്നത് അല്ലേ. പ്രോപ്പറായിട്ട് ഈ ഒരു ടോട്ടൽ പുഷിൻ്റെ കണ്ടോ, ഹൈയിൽ നിന്ന് ലോ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ വന്നാണ് പോയിട്ടുള്ളത്. സോ ഈ ഒരു സെറ്റപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മേജർ ലെവലിലേക്കായിരുന്നു, ഈ ഒരു സെറ്റപ്പിലേക്കായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായത്. പല പല കണ്ടീഷൻസ് ഉണ്ട്. സോ ഇവിടെ നിന്ന് കിട്ടിയാലും നമുക്ക് താഴേക്ക് ഈ ഒരു ട്രേഡ് പ്ലാൻ നോക്കാമായിരുന്നു അല്ലേ. മാർക്കറ്റ് അതിനുശേഷം ടാപ്പ് ചെയ്തു കണ്ടോ. അപ്പോൾ പ്രോപ്പർ ട്രേഡുകൾ മാർക്കറ്റിലുണ്ട്, പക്ഷേ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ചിലപ്പോൾ എന്താണ് വ്യത്യാസങ്ങൾ തരാം, നമുക്ക് സ്റ്റോപ്പ് ലോസുകൾ തരാം അല്ലേ. എഗെയിൻ മാർക്കറ്റ് ഇവിടെ പുതിയൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു കണ്ടോ. യെസ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു മാർക്കറ്റ്. എഗെയിൻ അടുത്തൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ഇവിടെയും തന്നിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു എൻട്രി. നമുക്കിവിടെ പ്ലാൻ എന്താണ്, പ്ലാൻ എന്ന് പറയുന്നത് ഈ ലോയാണ് കണ്ടോ, ഈ ലോയിലേക്കാണ് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്ലാനിലേക്ക് തന്നെ ഒരു എൻട്രി കിട്ടിയത് ഇവിടെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. മേജറായിട്ട് നമ്മൾ എടുക്കുന്ന എൻട്രീസ്
നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ്, ഫസ്റ്റ് എൻട്രി ഇതായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒപ്പം ഇവിടെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തപ്പോൾ 3 മിനിറ്റിലേക്കൊന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 മിനിറ്റിൽ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. സോ അതിൻ്റെ ഒരു 50% ഓണിൻ്റെ അടുത്ത് കൂടിയുള്ള കണ്ടീഷനാണ്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇതൊരു ബഫർ ഇട്ടിട്ട് ഇവിടെ നിന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, മനസ്സിലാവും. ആദ്യം നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ബഫർ ഇട്ടെങ്കിലും നമുക്ക് അവിടെ SL ഫേസ് ചെയ്യേണ്ടി വന്നു. സോ അഗെയിൻ നമ്മൾ അടുത്തൊരു പ്ലാൻ എന്താ, സ്റ്റിൽ നമ്മൾ നമ്മുടെ പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്ത് ട്രേഡുകൾ നോക്കാന്നുള്ളത് മാത്രമാണ് അല്ലേ, 15 മിനിറ്റ് നമ്മൾ എടുത്ത പ്ലാനിലേക്ക്. സോ അടുത്തൊരു ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലോയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മാർക്കറ്റ് ഇവിടെ എന്താ ചെയ്തത്, കണ്ടിന്യൂഷൻ ആണെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, താഴേക്ക് തന്നെ പോകണം. പക്ഷെ ഇവിടെ കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആയിരുന്നു, അല്ല, നമ്മുടെ സ്റ്റിൽ ആ പ്ലാനിലേക്ക് തന്നെ വന്നു. ഇവിടെ നോക്കുമ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടുണ്ട്, പക്ഷേ 15 മിനിറ്റിൻ്റെ പ്ലാൻ ആണെന്നുള്ള കാര്യം മറക്കണ്ട. സോ അവിടെ നിന്ന് മാർക്കറ്റേക്ക് റേഞ്ച് ക്രിയേറ്റ് ചെയ്തു എന്ന് കണ്ടോ. സോ റേഞ്ചിൽ നമുക്ക് എന്തായാലും ഒരു കണ്ടിന്യൂഷൻ പ്ലാനിൽ SL അടിക്കേണ്ടി വരും. ലോ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് റിവേഴ്സലും കാര്യങ്ങളുണ്ടെങ്കിലും. സോ ഇവിടെയൊക്കെ അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നില്ല. എന്തുകൊണ്ടാണ് മേളിലേക്ക് നോക്കാൻ, ഇത് 1 മിനിറ്റിൻ്റെ കണ്ടീഷനാണ്. നമ്മൾ എപ്പോഴും 1 മിനിറ്റിന് ട്രേഡ് എടുക്കുന്ന സമയത്ത് 3 മിനിറ്റിനെ 5 മിനിറ്റിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ അവിടെ കൺഫർമേഷൻ നോക്കി കയറാനായിട്ട്, മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ കയറാനുള്ള റീസൺ 2 കണ്ടീഷൻ ഉണ്ടായിരുന്നു, 3 മിനിറ്റിൻ്റെ ഇക്വിലിബ്രിയം, 1 മിനിറ്റിൻ്റെ സപ്ലൈ. സോ അവിടെ കയറി. സോ ഇവിടെ കയറാനെന്താ, സപ്ലൈ തന്നെയായിരുന്നു. സപ്ലൈ ഫെയിൽ ആയി എന്ന് വെച്ചാൽ ട്രെൻഡ് റിവേഴ്സ് ആയി. ട്രെൻഡ് റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് ഇപ്പോൾ കറണ്ട്ലി എന്താ കണ്ടീഷൻ, കറണ്ട്ലി മാർക്കറ്റ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റിവേഴ്സ് ആയി അല്ലേ. കറണ്ട്ലി മാർക്കറ്റ് അതിന് ശേഷം ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ നിന്ന് വന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് ഇവിടെ റിവേഴ്സ് ആയി. അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മളുടെ ലോ ടൈം ഫ്രെയിമുകൾ എപ്പോഴാണെങ്കിലും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാക്കി റിവേഴ്സൽ ഉണ്ടാക്കി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. സോ അവിടെ ഓവർ ട്രേഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഓവറായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ട്രേഡ് നോക്കിയിട്ട് കാര്യമുണ്ടോ, ഇല്ല. യെസ്. സോ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മളിന്ന് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും പറയണ പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, കണ്ടോ, രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് ഇട്ടു, നമ്മുടെ പ്ലാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഇട്ടു. എഗെയിൻ കണ്ടിന്യൂഷൻ എൻട്രി നോക്കുന്നവർക്ക് നോക്കാട്ടെന്നുള്ളതോട് പറഞ്ഞ് സ്മോൾ റിസ്ക് വെച്ച് മാത്രം. പിന്നെ ഓൾറെഡി നമ്മളിവിടെ വിക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് വിക്സിൻ്റെ കണ്ടീഷൻ. ഞാൻ പറഞ്ഞു ഡൗൺ സൈഡ് നോക്കുന്നതാണ് നല്ലത്. മാർക്കറ്റ് ഇവിടെ വന്ന് ഇത്രയും നിന്നപ്പോൾ പറഞ്ഞു ഓക്കെ ഇവിടെ നിന്ന് പുഷ് ചെയ്യുന്നില്ല മാർക്കറ്റ്, സോ ഡൗൺ സൈഡ് നോക്കുന്നതാണ് നല്ലത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എഗെയിൻ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴേക്ക് കണ്ടോ പ്ലാൻ. സോ എഗെയിൻ മാർക്കറ്റിൻ്റെ കണ്ടിന്യൂഷൻ വന്നു. പിന്നെ നമ്മളിവിടെ പല സിനാരിയോസും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നല്ല ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു കണ്ടോ. ഇതേപോലെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നു. യെസ്, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കണ്ടോ, ഇവിടെ ബൈ സൈഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടാക്കി ടേക്ക് ചെയ്തു കണ്ടിന്യൂഷൻ. പക്ഷേ മേളത്തെ ആണ് ആദ്യം ടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടായിരുന്നു, ഇവിടെ നിന്നാണ് താഴേക്ക് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങേടേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല കണ്ടോ. ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ഒരു പ്ലാൻ ഇട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ എൻട്രി എവിടെയാണ് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇവിടെ നിങ്ങൾ എൻട്രി ചെയ്യണമെങ്കിൽ എവിടെ എൻട്രി എന്നുള്ളതൊന്ന് നമ്മുടെ കമന്റിൽ അപ്ഡേറ്റ് ചെയ്യും, നമുക്ക് നോക്കട്ടെ. അതിൽ മാർക്കറ്റ് പുട്ട് സൈഡിലേക്കാണെങ്കിൽ കേട്ടോ, എന്താണ് നിങ്ങൾ ഇവിടെ എൻട്രി ചെയ്യാൻ, നിങ്ങൾക്ക് എവിടെ എൻട്രി ചെയ്യണം എന്നാണ് തോന്നുന്നത്, നിങ്ങളുടെ തോട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം കണ്ടോ. അപ്പം അതിനുശേഷം കമന്റിൽ എല്ലാവരും ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു കണ്ടോ, 49,150. സോ അതൊക്കെ പല ആളുകൾക്കും പല കണ്ടീഷൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഓരോരുത്തർക്ക് ഉണ്ടാവണ ആ സമയത്തുള്ള ചിന്ത, ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അല്ലേ, ഇതൊക്കെ ഒരു ടോപ്പിക്ക് തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലെവൽസ് പറഞ്ഞൊക്കെ നല്ല ലെവലുകളായിരുന്നു. സോ ഇതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എവിടെയുണ്ട്, ഏകദേശം 14 കമന്റ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ചാറ്റ് ചെയ്യാനുള്ള സോണും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം എന്താ താഴേക്കുള്ള ട്രേഡ് ഞാൻ നമ്മുടെ കേസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2 ട്രേഡ് SL അടിച്ച് 2 ട്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 2 ട്രേഡ് നമ്മളിവിടെ വ്യക്തമായിട്ട് ഇവിടെ 2 SL ഹിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ, 902 അതുപോലെ 857 എക്സിറ്റ് ചെയ്തു. സോ രണ്ടിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം 2 SL എൻഡ് സെക്ഷൻ. നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു അല്ലേ. പിന്നെ ഓക്കെ ഫൈൻ. സോ ഇതാണ് നമ്മുടെ കറൻ്റ്ലി ഇന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. സോ സ്റ്റോപ്പ് ലോസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, എൻഡ് ചെയ്തു, പരിപാടി ഇവിടെ കഴിഞ്ഞു അല്ലേ. വേറെ ഒന്നും ഇനിയും നോക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ പ്ലാനിൻ്റെ കാര്യം അതിൽ കമൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടാവും.
എസ് എൽ ആയവരെയും മാർക്കറ്റിൽ നിന്ന് ഇത് അടിയുണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് നിന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് റിക്കവർ ചെയ്തിട്ട് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ അതിൻ്റെ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രീവിയസ് നമ്മുടെ വീഡിയോസിൽ ത്രൂ ഔട്ട് നമ്മൾ 1 മന്തിൻ്റെ PNL വെച്ചിട്ടുള്ള സെക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മുടെ 1 മന്തിൻ്റെ കംപ്ലീറ്റ് സെക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളൊരു കാര്യം എന്താണ് നമുക്ക് അറിയേണ്ടത്, നമുക്കിനി റിവ്യൂ ചെയ്യേണ്ടത് 1 മാസത്തെ റിവ്യൂ നമുക്ക് നോക്കണം നമ്മുടെ ട്രേഡിൻ്റെ, അല്ലേ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എത്ര % റിട്ടേൺ നമുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പ്രോഫിറ്റ് ആണോ എന്നുള്ളതും ലോസ് ആണോ എന്നുള്ളതും. സോ ഓവറോൾ റിവ്യൂ അറിയേണ്ട എല്ലാവർക്കും. സോ അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയും ഒരു കോമ്പൗണ്ടിങ് എന്ന മെത്തേഡും കൂടി വെച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുത്ത് തന്നെ വരുന്നുണ്ട്. സോ നെറ്റ് വെരിഫൈഡ് PNL വെച്ചിട്ടുള്ള. സോ നമുക്ക് എന്തായാലും അതിൽ കാണാം. സോ ഇന്നത്തെ പൊസിഷനിലേക്ക് ഞാനൊന്ന് പോകാം. ഓർഡേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടാം, ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള ട്രേഡ്. ഏകദേശം 902 അല്ലേ, സമയം നോക്കി നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞ സെയിം ട്രേഡ് തന്നെയല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ലോസ്. 2 ട്രേഡാണ് നമ്മൾ ഇന്ന് കയറിയിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഫുഡ് സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയത്തിൽ തന്നെ കയറിയിരിക്കണം. നിങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങൾ നോക്കേണ്ടത് 45 ആണ്. സോ 2000 ആണ്, അല്ലേ? നമ്മുടെ റിസ്ക് നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് 2000 ആണ് നമ്മളൊരു ട്രേഡിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 ട്രേഡ് എടുത്തപ്പോൾ 4000. സോ എന്തുകൊണ്ടാണ് ഞാനിവിടെ 4000 റിസ്ക് എടുത്തത്? പ്രോപ്പറായിട്ട് നമ്മുടെ പ്ലാനിലേക്കുള്ള ഒരു എൻട്രി ആയിരുന്നു. സോ പ്ലാൻ കണ്ടിന്യൂ ചെയ്യാത്തതാണ്. സോ അത് സ്വാഭാവികം സംഭവിക്കാവുന്നൊരു കാര്യമാണ്. സോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നെറ്റ് എന്താണ് കണ്ടീഷൻ എന്നുള്ളത്, സോ അടുത്ത ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ മന്ത്ലി ഉള്ള അനാലിസിസ് കാര്യങ്ങളാണ്. നെറ്റ് എന്താണ് കണ്ടീഷൻ എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് മന്തിൽ നമ്മൾ വേറെ പുതിയ സീരീസും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും അതൊക്കെ വരും വഴി കാണാം. ഓക്കെ, സോ ഇനി നാളത്തെ പ്ലാൻ, നാളെ മാർക്കറ്റിലേക്ക് എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സെയിം പ്ലാൻ തന്നെ, വേറെ ഒന്നുമില്ല. ഈ ഒരു സോണിൽ നിന്ന് കണ്ടിന്യൂഷൻ താഴേക്ക് തന്നെയാണ് സ്റ്റിൽ നമുക്കുള്ളത്. 1 മിനിറ്റിലേക്കൊക്കെ സ്വിച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കണ്ടീഷൻ അറിയാൻ പറ്റും. സോ ഇവിടെ റേഞ്ചാണ് കംപ്ലീറ്റ്ലി ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ഈ 49,000 എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ലെവൽ, അല്ലേ? ഇത് നമ്മുടെ സൈക്കോളജിക്കൽ ലെവലാണ്, അല്ലേ? അപ്പം ഈ ഒരു ലെവലിൽ നിന്നും മാർക്കറ്റ് എവിടെ പോകണം? കറക്റ്റ് 500 റേഞ്ചിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എടുക്കായിരുന്നു മാർക്കറ്റ്, അല്ലേ? ഇവിടെ വന്നു രാവിലെ, വൈകുന്നേരം ഇവിടെ പോയി, പിന്നെ രാവിലെ മേളിൽ പോയിട്ട് പിന്നെയും താഴെ വന്നു, എഗെയിൻ പിന്നെയും മേളിൽ പോയി, പിന്നെയും കണ്ടോ നമ്മുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള 49,000 എന്നുള്ള സോണിൽ നിന്നാണ് താഴേക്ക് വന്നിട്ടുള്ളത്. സോ അതൊക്കെ ലെവലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. സോ അവിടെ എങ്ങനെയാണ് നിങ്ങൾ ട്രേഡൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചിടുന്നില്ല. സോ ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഓഫ്.